ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിതി. കേട്ടറ്റ് എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ജെൻഡർ എന്താണെന്നും സെക്സ് എന്താണെന്നും നമുക്കറിയാം. പക്ഷേ ജെൻഡർ റിലേറ്റഡ് കോൺസെപ്റ്റുകൾ ഉണ്ട് അല്ലെ? ജെൻഡർ റോൾ, ജെൻഡർ ബയാസ്, ജെൻഡർ സെൻസിറ്റിവിറ്റി, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, ഇങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകൾ ജെൻഡർ റിലേറ്റഡ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ തവണത്തെ എക്സാമിനും ജെൻഡർ റിലേറ്റഡ് ഭാഗത്ത് നിന്നും ഒരുപാട് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒരു സിറ്റുവേഷൻ തരും, എന്നിട്ട് ഇവിടെ ജെൻഡർ റിലേറ്റഡ് ഏത് കോൺസെപ്റ്റുമായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ പല തവണ നമ്മുടെ പരീക്ഷാ ഭവൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ജെൻഡർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ മാർക്ക് പോവണ്ട. കാരണം നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ടും വളരെ പെട്ടെന്നും നമുക്ക് ജെൻഡർ റിലേറ്റഡ് കോൺസെപ്റ്റുകൾ പഠിക്കാം. ഓക്കെ, ജെൻഡർ വേഴ്സസ് സെക്സ്. അപ്പൊ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ആളുടെ അതല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിൽ നടത്തിയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ സെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്കറിയാം മെയിലും വരുന്നുണ്ട്, ഫീമെയിലും വരുന്നുണ്ട്. ഓക്കെ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ആ ഒരു ടേം ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓർമ്മയിൽ വെക്കേണ്ടത്. അപ്പൊ എന്തായിരിക്കും ഈ ജെൻഡർ എന്ന് പറയുന്നത്? ജെൻഡർ റെഫേഴ്സ് ടു സോഷ്യലി കൺസ്ട്രക്റ്റഡ് റോൾസ്, ബിഹേവിയേഴ്സ്, expressions and identities that are typically associated with being a woman, men or non-binary. അതായത് ഒരു മെൻ അതല്ലെങ്കിൽ ഒരു വിമൻ ഇവരായി കഴിഞ്ഞാല് ഇവര് ചെയ്യേണ്ട ചില ജോലികൾ ആര് പറഞ്ഞിട്ടുണ്ട്? സോഷ്യലി നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? അതല്ലാതെ ജനിക്കുമ്പോ തന്നെ നമ്മുടെ ഫിസിയോളജി ഇങ്ങനെയാണ്, അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ജോലി ഇങ്ങനെയാണ് എന്നതല്ല. മറിച്ച് നമ്മളുടെ സൊസൈറ്റി നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ മെയിൽ ആണെങ്കിൽ അവർക്ക് ചെയ്യേണ്ട ചില റോളുകളുണ്ട്, അവർ ഫോളോ ചെയ്യേണ്ട ചില ബിഹേവിയറൽ പാറ്റേൺ ഉണ്ട്, അവരുടെ ചില ഐഡന്റിറ്റീസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ജെൻഡർ എന്ന് വിളിക്കുന്നത്. ജെൻഡർ എന്നുള്ളത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് കോൺസെപ്റ്റ് ആണ്. പക്ഷെ സെക്സ് എന്ന് പറയുന്നത് എന്താണ്? ബയോളജിക്കലി വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മുടെ സെക്ഷൽ ഓർഗൻസിന്റെ ബേസിൽ വരുന്ന ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ സെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ജെൻഡർ ഐഡന്റിറ്റി അല്ലെ? ജെൻഡർ റിലേറ്റഡ് ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ഒരു കോൺസെപ്റ്റ് ആണ് ജെൻഡർ ഐഡന്റിറ്റി. ഇവിടെ നമുക്ക് സ്ക്രീനിൽ ഒരു ഇമേജ് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെ? പുറമെ എന്താണ്? ഒരു പെൺകുട്ടിയുടെ അതല്ലെങ്കിൽ ഒരു വിമണിന്റെ ഇമേജ് ആണ് കൊടുക്കുന്നത്. പക്ഷെ അത് കീറി പോകുന്നുണ്ട്. അകത്തു നോക്കുമ്പോൾ എന്താണ്? ഒരു മാനിന്റെ ഇമേജ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് തന്നെയാണ് ജെൻഡർ ഐഡന്റിറ്റി. അതായത് നമുക്ക് നമ്മുടെ ജെൻഡറിനെ പറ്റി ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ? ചിലപ്പോ എന്നെ കാണാനായിട്ട് ഒരു പെണ്ണിന്റെ പോലെ ഉണ്ടായിരിക്കും, പക്ഷെ എന്റെ ഉള്ളില് എന്തായിരിക്കും? ചിലപ്പോ ഒരു മാനിന്റെ ബിഹേവിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആണിന്റെ താല്പര്യങ്ങളായിരിക്കും എന്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇതാണ് എന്റെ ജെൻഡർ ഐഡന്റിറ്റി. അപ്പൊ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവനവന് തന്നെ അവനവന്റെ ജെൻഡറിനോടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇറ്റ് ഇസ് എൻ ഇന്റേണൽ സെൻസ് ഓഫ് ബീയിങ് മെയിൽ, female, both or neither, which may or may not align with the sex assigned at birth. ബർത്ത് സമയത്ത് നമുക്ക് ഏത് സെക്സ് ആണോ കിട്ടിയിട്ടുള്ളത്, ചിലപ്പോൾ അതേ സെക്സ് തന്നെ ആയിരിക്കണമെന്നില്ല നമ്മുടെ ഉള്ളിലുള്ളത് അല്ലെ? നമ്മുടെ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന നമ്മളെ പറ്റിയിട്ട് എന്താണോ നമ്മുടെ ബർത്ത് സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സെക്സ്, അതായിരിക്കണമെന്നില്ല നമ്മുടെ ഐഡന്റിറ്റി. ഇറ്റ് മേ ബി എന്താണ്? ഡിഫറൻറ്റ്. ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട വാക്ക് ഏതാണ്? it's a person's internal sense of being male or female, both or neither എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. ജെൻഡർ റോൾസ് ഇത് ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് റോൾസ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് കോൺസെപ്റ്റ് ആണ് ജെൻഡർ അല്ലെ? ഇപ്പൊ മാൻ ആണെങ്കിൽ അയാൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അയാൾ ബിഹേവ് ചെയ്യേണ്ട ഒരു പാറ്റേൺ ഉണ്ട്, അത് നമ്മുടെ സൊസൈറ്റി പറഞ്ഞു വെച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഇതേ ഒരു കാര്യം തന്നെയാണ് ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സോഷ്യലി കൺസ്ട്രക്റ്റഡ് എക്സ്പെക്ടേഷൻസ് ഓഫ് ഹൗ ഇൻഡിവിജ്വൽസ് ഷുഡ് ആക്ട്, ഡ്രസ് ആൻഡ് ബിഹേവ് ബേസ്ഡ് ഓൺ ദെയർ ജെൻഡർ. അപ്പോ സൊസൈറ്റി ഒരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ജെൻഡർ എന്ന് പറഞ്ഞത്. അപ്പൊ ഓരോ ജെൻഡറിലും പെട്ട ആളുകള് ചെയ്യേണ്ട ചില
ബിഹേവിയറൽ പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ചില ഡ്രസ്സിങ് രീതികളുണ്ട്, അവർ ആക്ട് ചെയ്യേണ്ട ചില വഴികളുണ്ട്. അപ്പൊ ഇത്തരത്തില് സൊസൈറ്റിയുടെ ആ ഒരു എക്സ്പെക്ടേഷനെയാണ് നമ്മൾ ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ആ ഒരു ഇമേജില് നമുക്കൊരു ഫീമെയിലിനെയും കാണാൻ പറ്റുന്നുണ്ട്, ഒരു മെയിലിനെയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഫീമെയിൽ എന്താണ് അവിടെ ചെയ്യുന്നത്? ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ എന്താണ് അടിച്ചു വാരുന്ന ഒരു ജോലിയും കൂടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കുക എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റി ആർക്ക് കൊടുത്തിട്ടുള്ള ജോലിയാണ്? ഫീമെയിൽസിന് കൊടുത്തിട്ടുള്ള ഒരു ജോലിയാണ്. ഇനി ആണുങ്ങളുടെ ജോലി എന്താണ്? അവര് രാവിലെ എഴുന്നേറ്റ് പ്രത്യേകിച്ച് അങ്ങനെ പണികളും കാര്യങ്ങളൊന്നും ചെയ്യാതെ നേരെ എന്ത് ചെയ്യുക? ഓഫീസിലേക്ക് പോവുക, അവിടെ പോയിട്ട് ഇഷ്ടം പോലെ പൈസ സമ്പാദിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മെയിലിന്റെ ജോലിയായിട്ട് ആര് പറയുന്നത്? നമ്മുടെ സൊസൈറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തില് ഓരോ ജെൻഡറിനും സൊസൈറ്റി കൊടുത്തിട്ടുള്ള ചില എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അവരുടെ ബിഹേവിയർ, അവരുടെ ഡ്രസ്സിങ്, അവർ ചെയ്യേണ്ട ചില ജോലികള്, ഇതിനെയാണ് നമ്മൾ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. അപ്പൊ കാലാകാലങ്ങളായിട്ട് ഫീമെയിൽസിന് ചില ജോലികൾ അവിടെ വെച്ചിട്ടുണ്ട്, മെയിൽസിന് വേറെ ജോലികളാണ് വെച്ചിട്ടുള്ളത്. ഒരിക്കലും ഫീമെയിൽസ് ചെയ്യുന്ന കാര്യങ്ങൾ മെയിൽസോ അല്ലെങ്കിൽ മെയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഫീമെയിൽസോ ചെയ്യാറില്ല. കാരണം അവരവരുടെ റോളുകൾ എന്ത് ചെയ്താൽ മതി? അവരവര് പെർഫോം ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് ആണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ജെൻഡർ ഇക്വാലിറ്റി ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്താണ്? ഇവിടെ it is the concept that all genders have equal rights, resources and opportunities. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ജെൻഡറിലും പെട്ട ആളുകൾക്ക് ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ്, ഈക്വൽ ആയിട്ടുള്ള റിസോഴ്സസ് അവൈലബിലിറ്റി, ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ? അവൻ ആൺകുട്ടിയാണ്, അവൻ പെൺകുട്ടിയാണ്, അവൻ ആൺകുട്ടി ആയതുകൊണ്ട് അവൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ എന്താണ്? പെൺകുട്ടിയാണ്, അതുകൊണ്ട് നീ അത് ചെയ്യണ്ട. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ജെൻഡർ ഇക്വാലിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോ വീടുകളിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ജെൻഡർ ഇക്വാലിറ്റി ഉറപ്പാക്കേണ്ടത്. ആൺ പെൺ എന്നൊരു വ്യത്യാസമില്ലാതെ രണ്ടു കൂട്ടർക്കും എന്ത് ചെയ്യണം? തുല്യമായിട്ടുള്ള അവകാശങ്ങള്, അവസരങ്ങള്, അതുപോലെ തന്നെ റിസോഴ്സസ് കിട്ടണം. എങ്കിലാണ് രണ്ടു കൂട്ടരും എന്ത് ചെയ്യുള്ളൂ? ഒരേപോലെ സമൂഹത്തില് വളർന്നു വരുള്ളൂ. ഓക്കെ, അടുത്ത കോൺസെപ്റ്റ് ആണ് ജെൻഡർ ബയാസ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ജെൻഡറിനോടുള്ള ഒരു ചായ്വ് അല്ലെങ്കിൽ ഒരു പ്രത്യേക കൺസിഡറേഷനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? ജെൻഡർ ബയാസ് എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് എ പ്രിഫറൻസ് ഓർ പ്രെജുഡൈസ് ടുവേഴ്സ് വൺ ജെൻഡർ ഓവർ അനദർ, often based on rigid and unfair gender stereotypes rather than actual differences. അതായത് ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം? കുറച്ച് ഫുഡ് അധികം കൊടുക്കണം. കാരണം അവരാണ് എന്ത് ചെയ്യുന്നത്? നാളെ വീട് നോക്കാൻ പോകുന്നവര്, അവരാണ് ജോലിക്ക് പോകുന്നവര്. അതുകൊണ്ട് അവർക്ക് എന്ത് കൊടുക്കണം? നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല റെസ്റ്റ് കൊടുക്കണം. ഇനി പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണ്? അവർക്ക് അങ്ങനെ ജോലിക്കൊന്നും പോകാനില്ല, അതുകൊണ്ട് അവരിപ്പോ കുറച്ച് ഭക്ഷണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, വീട്ടിലെ ജോലികൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അവർക്ക് അങ്ങനെ റെസ്റ്റിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതൊരു ജെൻഡർ ബയാസ് ആണ് അല്ലെ? ആൺകുട്ടികൾക്ക് എന്താണ്? ഒരു പ്രത്യേക കൺസിഡറേഷൻ കൊടുക്കുന്ന ഒരവസ്ഥ. ഇതാണ് ജെൻഡർ ബയാസ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ജെൻഡറിനോടുള്ള സ്നേഹ കൂടുതൽ അല്ലെങ്കിൽ പരിഗണന കൂടുതൽ കൊടുക്കുന്നത്. അടുത്ത കോൺസെപ്റ്റ് ആണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ജെൻഡർ ഈക്വാലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന കോൺസെപ്റ്റ് ആണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ആണായതുകൊണ്ട് അല്ലെങ്കിൽ പെണ്ണായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു തേർഡ് ജെൻഡർ ആയതുകൊണ്ട് എന്ത് ചെയ്യാണ്? സൊസൈറ്റിയുടെ ഒരു മുൻനിരയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരവസ്ഥ. നിങ്ങൾ ആൺകുട്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ പെൺകുട്ടിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത് സെറ്റ് ആവില്ല. ഒരു എന്താണ്? ഡിസ്അഡ്വാൻറ്റേജിയസ് ട്രീറ്റ്മെന്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ദെയർ ജെൻഡർ അഫക്റ്റിംഗ് ദെയർ റൈറ്റ്സ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ആക്സസ് ടു റിസോഴ്സസ്. ഇപ്പൊ പൊളിറ്റിക്സ് അല്ലെ? ഇപ്പൊ പൊളിറ്റിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് അവിടെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടികളാണ് അല്ലെങ്കിൽ മെയിൽസ് ആണ്. അത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് ഈ പൊളിറ്റിക്സ്. അവിടെ ആര് വരേണ്ട ആവശ്യമില്ല? സ്ത്രീകൾ വരേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള രീതി. അതെന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. പെൺകുട്ടികള് അതല്ലെങ്കിൽ സ്ത്രീകള് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കേണ്ടവരാണ്. അവര് സമൂഹത്തിന്റെ മുൻപന്തിയിലോട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഒരു പ്രത്യേക ജെൻഡറിനെ എന്ത് ചെയ്യാണ്? സമൂഹത്തിന്റെ ഒരു മുൻപന്തിയിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരവസ്ഥ.
ഒരു അൺഈക്വൽ ട്രീറ്റ്മെന്റ്. അപ്പൊ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് അവരെന്ത് ചെയ്യുക, ഒരേപോലെ വളർന്നു വരിക. പക്ഷെ നമ്മുടെ വീട്ടിലത്തെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പെൺകുട്ടികൾ എങ്ങനെയാണ്, അവര് വീട്ടിലത്തെ ഒരുവിധം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. പക്ഷെ ആൺകുട്ടികൾക്ക് എന്താണ്, വീട്ടിൽ അങ്ങനെ ഇപ്പൊ കിച്ചണിലെ കാര്യങ്ങളോ അതല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യേണ്ട. അവരെന്ത് മാത്രം ചെയ്താൽ മതി, പഠിക്കൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ആൺകുട്ടികൾക്ക് പഠിക്കാനായിട്ട് കുറെ സമയം കിട്ടുന്നുണ്ട്, പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഒരു ടൈം എന്ന് പറയുന്നത് വളരെയധികം ലിമിറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഒരു ഈക്വാലിറ്റി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ രണ്ടു കൂട്ടരും ഡെവലപ്പായി വരുന്നത് രണ്ട് അറ്റ്മോസ്ഫിയറിൽ നിന്നിട്ടായിരിക്കും. അപ്പൊ ഇതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ജെൻഡറിന്റെ ബേസിൽ എന്ത് ചെയ്യാണ്, ഒരു പ്രത്യേക വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ മാറ്റി നിർത്തുന്ന അവസ്ഥ. അടുത്തതാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരുവിധം എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്നത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്നുള്ളത്? സൊസൈറ്റിയുടെ ഓവർ എക്സ്പെക്ടേഷൻ എന്നുള്ള കാര്യം ഓർത്താൽ മതി. ഒരു പ്രത്യേക ജെൻഡറിൽപ്പെട്ട ആളെ കുറിച്ച് നമ്മുടെ സൊസൈറ്റിക്ക് ചില ഓവർ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു ജനറലൈസേഷൻ ഉണ്ട്. അത് പെൺകുട്ടിയാണ്, സ്വാഭാവികമായിട്ടും അവരെന്തായിരിക്കും, അവര് കുറച്ച് വീക്ക് ആയിരിക്കും. അവർക്ക് ഇങ്ങനെ കുറച്ച് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും അവർക്ക് പറ്റില്ല. അവർക്ക് ക്ലറിക്കൽ ആയിട്ടുള്ള അതല്ലെങ്കിൽ എഴുതുക അങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് അവരെ കൊണ്ട് പറ്റുന്നത്. അതല്ലാതെ അവർക്ക് ഇപ്പൊ ക്ലാസ് റൂമിന്റെ ഒരു കേസ് എടുക്കാം. ക്ലാസ് റൂമിൽ നമുക്കറിയാം ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ക്ലാസ് റൂം ക്ലീൻ ആക്കുന്നത് ആരാണ്? ക്ലാസ്സിലെ പെൺകുട്ടികളാണ്, അല്ലെ? അത് കാലാകാലങ്ങളായിട്ടുള്ള ഒരു ആചാര അനുഷ്ഠാനാണ്. അപ്പോ പെൺകുട്ടികൾ ക്ലാസ് ക്ലീൻ ആക്കുന്ന സമയത്ത് ബെഞ്ചും ഡെസ്കും ഒക്കെ പിടിച്ചു കൊടുക്കുന്നത് ആരാണ്? ആൺകുട്ടികളാണ്. കാരണം ആൺകുട്ടികൾക്ക് എന്താണ്, കായിക ബലം കൂടുതലാണ്, അവർക്ക് ഭയങ്കര അധികം ശക്തിയുണ്ട്. അപ്പൊ അവർക്കാണ് ഈ ബെഞ്ചും ഡെസ്കും ഒക്കെ പിടിക്കാൻ പറ്റുള്ളൂ. പെൺകുട്ടികൾ ഭയങ്കര വീക്കാണ്, അവര് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മസിൽസ് ആണ് അവർക്ക് വരുന്നത്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെന്താണ്? ഇതൊരു സ്റ്റീരിയോ ടൈപ്പ് ആണ്. ഇതിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ നമ്മളുടെ വിചാരം എന്ത് തന്നെയാണ്, ഈ പറയുന്നതാണ് ശരി എന്നുള്ളത്. അപ്പോ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് ആർ ഓവർ സിംപ്ലിഫൈഡ് ജനറലൈസ്ഡ് ബിലീവ്സ് അബൌട്ട് ദ ആട്രിബ്യൂട്ട്സ് ഓർ റോൾസ് ഓഫ് മെൻ ആൻഡ് വിമൺ. അപ്പൊ സ്ത്രീകൾക്ക് ഇന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ എന്നുള്ള സൊസൈറ്റിയുടെ ഒരു ഓവർ എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ ഒരു ഓവർ ജനറലൈസേഷനെയാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു തവണ എക്സാമിന് ചോദിച്ച കാര്യമാണ് പാഠപുസ്തകത്തിലെ പാത്രം കഴുകുന്ന അമ്മ എന്നുള്ള ഒരു ചിത്രം. ആ ചിത്രം സൂചിപ്പിക്കുന്നത് ഏത് കോൺസെപ്റ്റ് ആണ്? അപ്പൊ അതിന് ആൻസർ ആയിട്ട് വരുന്നത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആണ്. കാരണം കാലാകാലങ്ങളായിട്ട് അതല്ലെങ്കിൽ അടുക്കളയിലെ ഈ പാത്രം കഴുകുക, അടിച്ചു വാരുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീകളാണ് ചെയ്യേണ്ടത്. അതെന്താണ്? സൊസൈറ്റിയുടെ ഒരു ജനറലൈസേഷൻ ആണ്, അതൊരു സ്റ്റീരിയോ ടൈപ്പ് ആണ്. അപ്പോ അതൊരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഈ ഒരു ചിത്രം കണ്ടിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അവരുടെ ഉള്ളിലും ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത്? അമ്മമാരാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് അടുക്കള ജോലികൾ ചെയ്യേണ്ടത്, പുരുഷന്മാർ എന്ത് ചെയ്യരുത്, അടുക്കളയ്ക്ക് കയറാൻ പാടില്ല. ആ ഒരു നെഗറ്റീവ് തോട്ട് അവരിലും വളരും. അപ്പൊ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അടുക്കളയിൽ അച്ഛന്റെ ഒരു ചിത്രം ഉണ്ടായിരിക്കും, അമ്മയുടെ ചിത്രം ഉണ്ടായിരിക്കും. രണ്ടു കൂട്ടരും ഒന്നിച്ചായിരിക്കും അടുക്കളയിലെ ജോലികളൊക്കെ തന്നെയും തീർക്കുന്നത്. അപ്പൊ ഇത് കാണുന്ന കുട്ടികളിലെ ഒരു പോസിറ്റീവ്, അതല്ലെങ്കിൽ അവർ ചിന്തിക്കും അടുക്കള പണി എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, പുരുഷന്മാർക്കും വേണ്ടി കൂടി ഉള്ളതാണ്. അപ്പോ അതെന്ത് ചെയ്തോളും, അതൊരു പുതിയൊരു കാര്യമായിട്ട് വരും തലമുറയിൽ അങ്ങനെ വളർന്നു വരും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ജെൻഡർ റിലേറ്റഡ് കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്, നമ്മുടെ സെക്ഷൽ ഓർഗന്റെ ബേസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. നമ്മുടെ ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിലാണ് നമ്മൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. പക്ഷെ ജെൻഡർ എന്ന് പറയുന്നത് സൊസൈറ്റി പറഞ്ഞു വെച്ചിട്ടുള്ള ചില ഫീച്ചേഴ്സിന്റെ അതല്ലെങ്കിൽ ചില റോൾസിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സോഷ്യലി കൺസ്ട്രക്റ്റഡ് ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ജെൻഡർ ബയാസ്, ജെൻഡർ റോൾ, ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ്, ജെൻഡർ ഐഡന്റിറ്റി, ജെൻഡർ ഇക്വാലിറ്റി, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒരു ചെറിയ കാര്യം കൂടെ ആഡ് ചെയ്യാണ്. എക്സാമിന് ഒരു തവണ ചോദിച്ചതാണ് ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആരാണ് കോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് പഠിച്ചാലോ. ഫസ്റ്റ് ഈ ഒരു കോൺസെപ്റ്റ് കോയിൻ ചെയ്തിട്ടുള്ളത് റോബർട്ട് സ്റ്റോളർ ആണ്.
റോബർട്ട് സ്റ്റോളർ ആണ് ആദ്യമായിട്ട് ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത്, പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് ജോൺ മണിയാണ്. ഓക്കെ, പോപ്പുലറൈസ്ഡ് ബൈ ജോൺ മണി. അപ്പൊ എന്ത് ചെയ്യണം, ഈ രണ്ട് പേരുകൾ ഒന്നും ഓർത്തിരിക്കുക, റോബർട്ട് സ്റ്റോളറും അതേപോലെ തന്നെ ജോൺ മണിയും. 1964 റോബർട്ട് സ്റ്റോളർ ആദ്യമായിട്ട് ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത്. അപ്പൊ 1964 എന്ന് പറയുമ്പോൾ അത്ര പഴക്കമുള്ള ഒരു കാര്യമല്ല അല്ലെ. അപ്പൊ 1960-കൾക്ക് ശേഷമാണ് അവനവന് എന്ത് വരുന്നത്, അവനവന്റെ ജെൻഡറിനെ പറ്റി ഒരു കോൺസെപ്റ്റ് വരുന്നത്. അതുവരെ എന്താണോ സൊസൈറ്റി പറഞ്ഞത്, എന്റെ രൂപം പെണ്ണിന്റെ പോലെയാണ്, അതുകൊണ്ട് നീ പെണ്ണ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യണം, ഇതായിരുന്നു സൊസൈറ്റി പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തത്. 1960-കൾക്ക് ശേഷമാണ് എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ജെൻഡർ ഉണ്ട്, എന്നെ കാണാനായിട്ട് ഇങ്ങനെയാണ്, പക്ഷെ എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് വേറെ ഒരു ജെൻഡറാണ്. അപ്പൊ ഇത്തരത്തില് ഓരോ ആളുകളും അവരവരെ ജെൻഡറിനെ പറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. ദാറ്റ് ഈസ് ജെൻഡർ ഐഡന്റിറ്റി. അത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയിട്ടോ അതല്ലെങ്കിൽ ബർത്ത് സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏത് സെക്സ് ആണോ നമുക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുള്ളത് അത് സെയിം തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പോ ജെൻഡർ ഐഡന്റിറ്റി മറന്നു പോവരുത്, റോബർട്ട് സ്റ്റോളറും ജോൺ മണിയും. 1964 ആദ്യമായിട്ട് റോബർട്ട് സ്റ്റോളർ ആണ് കൊണ്ടുവരുന്നത്. പിന്നീട് കൂടുതൽ ആളുകളിലേക്ക് എന്താണ് ഈ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അത് എത്തിക്കുന്നത് ജോൺ മണിയാണ്. ഓക്കെ, അപ്പൊ ഇനി മാറിപ്പോവില്ലല്ലോ. ജെൻഡർ റിലേറ്റഡ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ കുറഞ്ഞൊരു സമയം, ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ സൈക്കോളജിക്കൽ ഫാക്ട്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്